സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പൊങ്ങ് കൊണ്ട് 2 തരത്തിൽ പായസം ഉണ്ടാക്കാം. രണ്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പൊങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന പായസമായതുകൊണ്ട് ഒരു പ്രത്യേക സ്വാദാണ്. രണ്ട് തേങ്ങയുടെ പൊങ്ങെടുത്താണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. തേങ്ങയിൽ നിന്ന് അടർത്തിയെടുത്ത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാലാണ് മിക്സിയിലിട്ട് നല്ലതുപോലെ അരയ്ക്കാൻ കഴിയുക. പൊങ്ങിൻ്റെ മുള വന്ന ഭാഗം നമുക്ക് ചെത്തിക്കളയാം. ഇനി 1 കപ്പ് അരി വേണം. അഞ്ചെട്ട് ഏലക്കായ വേണം. 1/2 കപ്പ് അരി ശർക്കര വെച്ച് ഉണ്ടാക്കുന്നതിനും 1/2 കപ്പ് അരി പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കുന്നതിനുമാണ്. ഇനി 200 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചു വയ്ക്കാം. ഒരു തേങ്ങയുടെ പാലെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി 1/2 കപ്പ് അരി കുക്കറിലേക്ക് കഴുകിയിടാം. രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചാണ് വേവിക്കാൻ വെക്കേണ്ടത്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മുറിച്ച് വെച്ച പൊങ്ങാണ്. ഇനി ബാക്കിയുള്ള പൊങ്ങെല്ലാം എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുത്ത ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് പഞ്ചസാരയിട്ട് പായസം ഉണ്ടാക്കേണ്ട അരി വേവിച്ചെടുത്തതാണ്. ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് പാലൊഴിച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് പശുവിൻ പാലാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച പൊങ്ങ് ഒഴിച്ചു കൊടുക്കാം. തിളയ്ക്കാൻ തുടങ്ങുന്നു എന്ന് കണ്ടാൽ ഉടനെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം.
നേരത്തെ മുറിച്ച് വെച്ച പൊങ്ങുമിട്ട് ഗാർണിഷ് ചെയ്യാം. ഇനി രണ്ടാമത്തെ പായസം ഉണ്ടാക്കാം. ഇത് 2 വലിയ തേങ്ങയുടെ പൊങ്ങാണ് വേണ്ടത്. ഇത് ചെറുതായി മുറിച്ച ശേഷം നമുക്ക് പായസം ഉണ്ടാക്കാം. നേരത്തേതുപോലെ പൊങ്ങ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഗാർണിഷ് ചെയ്യേണ്ട പൊങ്ങ് മുറിച്ച് മാറ്റി വയ്ക്കാം. നേരത്തെ ഉണ്ടാക്കിയതുപോലെ പൊങ്ങ് മിക്സിയുടെ ജാറിലിട്ട് 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് അടിച്ചെടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. ഇത് പായസം ഉണ്ടാക്കുന്ന അരിയാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് എന്ത് പച്ചരിയാണ് വേണ്ടത് എങ്കിൽ അതെടുക്കാം. ഇനി അരി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. 3 ആവി വരുന്നത് വരെ വേവിച്ച് ആവി പോയി കഴിഞ്ഞാൽ തുറന്നു നോക്കാം. ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഗ്രാം ശർക്കര 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഉരുക്കി വെച്ചതാണ് ഇത്. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കും. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ തിളച്ചു വന്നാൽ ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കട്ടിയുള്ള 1-ാം പാൽ മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച പൊങ്ങൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് പഞ്ചസാരയും ഏലക്കായയും കൂടി പൊടിച്ച പൊടിയാണ് ഞാൻ ഇട്ടത്. തേങ്ങാപ്പാലും പൊങ്ങും ഒഴിച്ചാൽ തിളയ്ക്കാൻ പാടില്ല. തിളച്ചു വരുമ്പോൾ തന്നെ ഓഫാക്കണം. ഇനി ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുത്ത് ചെറുതായി മുറിച്ച പൊങ്ങും ഇട്ട് കൊടുത്ത് പായസം ഗാർണിഷ് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.